ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ? കേക്കായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഈവനിങ്ങിൽ നമുക്ക് ടീ സ്നാക്കായിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. സൂപ്പറാണ്. നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന അമൃതം പൊടി ചിലവാകാതെ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് തന്നെ ഈ പലഹാരം ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നല്ലോ എന്ന് വിചാരിക്കേണ്ട, വളരെ കുറച്ച് സാധനങ്ങൾ തന്നെയേ ഉള്ളൂ. പക്ഷേ ഞാൻ എല്ലാം ഒരുമിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അമൃതം പൊടി, 1/2 കപ്പ് ഗോതമ്പ് മാവ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ മാവ്. ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് അമൃതം പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം, കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും അങ്ങ് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം അതിന് മാച്ചാകുന്ന രീതിയിൽ അമൃതം പൊടി ആണെന്നുണ്ടെങ്കിലും മൈദയാണെന്നുണ്ടെങ്കിലും ഗോതമ്പാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. മക്കളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പം മുതിർന്ന കുട്ടികൾക്കൊക്കെ അമൃതം പൊടി അംഗനവാടി വഴിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നല്ലതാണ്. അപ്പം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് സീവ് ചെയ്ത് മാറ്റാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് ഞാനൊരു പഴം ഇടുന്നുണ്ട്. പൂവൻ പഴമോ റോബസ്റ്റ് പഴമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. 2 ഏലക്ക, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഞാനിത് രണ്ടും ചേർക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വളരെ കുറച്ച് പഞ്ചസാര, അതായത് ഞാൻ ഒരു 1/4 കപ്പോളം പഞ്ചസാര എടുക്കുന്നുള്ളൂ, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ പൊടികളുണ്ടല്ലോ, അതായത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അല്ലെങ്കിൽ മണമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനതിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്കിത് അടിച്ചെടുക്കാൻ ആവശ്യമുള്ള ഒരു പാലാണ്. പാലും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ തന്നെ നമ്മുടെ ഏലക്കയൊക്കെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് തിക്കായിട്ടും അതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും നമ്മുടെ ബാറ്റർ ആയി പോകരുത്. നമ്മുടെ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിനെങ്കിലും നമുക്ക് നമ്മുടെ മാവ് കിട്ടണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഈ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ ഒരു ബാറ്ററിൽ നിന്ന് നമുക്കൊരു 1/4 കപ്പോളം, ഒരു 2-3 തവിയോളം നമുക്ക് മാറ്റി ഈ ഒരു കൊക്കോ പൗഡറിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബാറ്റർ അതാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇഡ്ഡലി പാത്രമാണ്. ഇഡ്ഡലി പാത്രത്തിന് 2 തട്ട് കറക്റ്റ് അളവായിരുന്നു ഞാനിവിടെ എടുത്തിരിക്കുന്ന. ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഒരല്പം പോലും കൂടിയോ കുറഞ്ഞോ ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം ഇതിലേക്ക് നമുക്കൊരല്പം ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഓരോ ഇതിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് മിക്സും നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് 2 ഗുണങ്ങൾ. എനിക്കുണ്ടായ 2 ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു സ്നാക്കിന് പ്രത്യേകിച്ച് ഒരു ഡിസൈനും കിട്ടും. അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾ മോള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് അമ്മ ചോക്ലേറ്റ് നിറച്ചിട്ടാണ് തരുന്നത് എന്നാണ് കേട്ടോ. അപ്പം അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ അമൃതം പൊടിയൊന്നും അങ്ങനെ ചിലവായി പോകാറില്ല. അപ്പം അമൃതം പൊടി ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ് കൊടുക്കാറ്. കാരണം സംഭവം ഹെൽത്തിയാണ്. പക്ഷെ അവരത്രത്തോളം ആ ഒരു ഉത്സാഹം കാണിക്കാറില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ നടുക്കായിട്ട് ഇവിടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ ഒരു കുറച്ച് ചോക്കോ ചിപ്സ്, കുട്ടികൾക്ക് കഴിക്കാനുള്ള ആ ഒരു ഇഷ്ടം കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഞാൻ മുകളിൽ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമൃതം പൊടിയും അതേപോലെ തന്നെ പൂവൻ പഴവും ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് തന്നെ ചേർത്താൽ മതിയാകും. പിന്നെ നമ്മൾ ചോക്കോ ചിപ്സൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊക്കെ അത്യാവശ്യത്തിന് മധുരം കിട്ടും.
അപ്പം ഡയറക്റ്റായിട്ട് ഷുഗർ ഞാൻ കുറച്ച് കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്കും അങ്ങനത്തെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിവിടെ ഒരു 15 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അതേ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ആകുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടും എല്ലാവരും ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനാണെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അമൃതം പൊടിയുടെ ആ ഒരു പ്രത്യേകിച്ചുള്ള ഒരു രുചിയൊന്നും അറിയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.